പെരിന്തൽമണ്ണയിലെയും അങ്ങാടിപ്പുറത്തെയും ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ നിർദ്ദേശിച്ച ഓരാടം പാലം മാനത്തുമംഗലം ബൈപ്പാസ് റോഡ് UDF അധികാരത്തിൽ വന്നാൽ യാഥാർത്ഥ്യമാക്കുമെന്ന് നജീബ് കാന്തപുരം MLA. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയുടെ വികസനത്തിന് LDF സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സഹായം ഉണ്ടായില്ലെന്നും നജീബ് കാന്തപുരം MLA പറഞ്ഞു. നവീകരണം മുടങ്ങിയ പുലാമന്തോൾ മേലാറ്റൂർ റോഡിന്റെ പൂർത്തീകരണത്തിന് കേരയിൽ DPR സമർപ്പിച്ചിട്ടുണ്ടെന്നും ഈ റോഡ് പുതിയ പദ്ധതി പ്രകാരമാണ് പൂർത്തിയാക്കാനാവുക എന്നും MLA വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായാണ് പെരിന്തൽമണ്ണയിലെ പദ്ധതികളെക്കുറിച്ച് MLA പ്രതികരിച്ചത്. ഓരാടം പാലം മാനത്തുമംഗലം ബൈപ്പാസ് റോഡ് നിർമ്മാണത്തിന് 200 കോടി രൂപ ഒന്നിച്ചു കൊടുക്കാൻ കഴിയില്ല എന്ന ഘട്ടം വന്നപ്പോഴാണ് ഈ പദ്ധതി മുടങ്ങിയതെന്ന് നജീബ് കാന്തപുരം MLA പറഞ്ഞു. UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ തീർച്ചയായും ഓരാടം പാലം മാനത്തുമംഗലം ബൈപ്പാസ് റോഡ് യാഥാർത്ഥ്യമാക്കുമെന്നും നജീബ് കാന്തപുരം MLA പറഞ്ഞു. UDF അധികാരത്തിൽ വന്നാൽ ഓരാടം പാലം മാനത്തുമംഗലം ബൈപ്പാസ് നടന്നിരിക്കും. കാരണം അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഒരു മീൻവായി നമ്മൾ ഇതിനിടയിലുള്ള ഒരു സമയത്ത് നിങ്ങൾ നോക്കൂ, അതിൻ്റെ ROBക്കുള്ള പൈസ അടച്ചു. റെയിൽവേ ഓവർബ്രിഡ്ജിന്റെ സാങ്ഷന് വേണ്ടിയിട്ടുള്ള 13 ലക്ഷം രൂപ അടച്ചിട്ടുണ്ട്. ഇതൊക്കെ ഗവൺമെന്റ് വെച്ചിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷെ ഇതിൽ 200 കോടി ഒന്നിച്ച് മുടക്കാൻ കിഫ്ബിക്ക് കഴിയില്ല എന്നുള്ള ഒരു ഘട്ടം വന്നപ്പോഴാണ് ഇത് മുടങ്ങിയത്. അപ്പോഴും നമ്മളൊരു അൾട്ടർനേറ്റീവ് സൊല്യൂഷന് വേണ്ടിയിട്ട് നമ്മൾ സമീപിച്ചു. പക്ഷെ അത് നടന്നില്ല. അതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. പക്ഷെ ഇനി ഗവൺമെന്റിന്റെ മുമ്പാകെ ഞങ്ങൾ തന്നെ പ്രകടന പത്രികയിലേക്ക് തന്നെ ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്ത ഒരു കാര്യം, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഗതാഗതക്കുരുക്കുള്ള കുറച്ച് നഗരങ്ങൾ അത് ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനുള്ള ബൈപ്പാസ് പ്രകടന പത്രികയിലേക്ക് കൊണ്ടുവരണം ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് വരികയാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി പ്രകടന പത്രികയുടെ ഭാഗമായിട്ട് തന്നെ UDF അധികാരത്തിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നടക്കും. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയുടെ വികസനത്തിന് വലിയ ശ്രമം നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇതിന് സർക്കാർ പിന്തുണ നൽകിയില്ല. ജില്ലാ ആശുപത്രിയുടെ സമഗ്ര വികസനത്തിന് DPR തയ്യാറാക്കിയതാണ്. ഇതിന് ഇടത് സർക്കാർ ഒരു ഫണ്ടും നീക്കിവെച്ചില്ലെന്നും വേണ്ട സ്റ്റാഫിനെ പോലും അനുവദിച്ചില്ലെന്നും നജീബ് കാന്തപുരം MLA പറഞ്ഞു. 1% പോലും ഗവൺമെന്റ് ഒരു തരത്തിലുള്ള പിന്തുണ നൽകിയില്ല എന്ന് മാത്രമല്ല, ഇവിടെ പലപ്പോഴും നമ്മൾ ഇന്നത്തെ കാര്യത്തിലൊക്കെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ കാണിക്കുന്ന താല്പര്യത്തെ നമ്മൾ എടുത്തു പറയുമ്പോൾ അത് MLA പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെ സഹായിക്കാനാണെന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെ സഹായിക്കാൻ വേണ്ടി നയപരമായ നിലപാടെടുത്തത് ഇപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരാണ്. അതുകൊണ്ടാണ് ഇവിടുത്തെ ഒരേ ഒരു സാധാരണക്കാരുടെ ഹോസ്പിറ്റലായിട്ടുള്ള ജില്ലാ ആശുപത്രിക്ക് വേണ്ടി ഒരു തരത്തിലുള്ള സഹായ മനോഭാവം ഉണ്ടായില്ല. ഞങ്ങളൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള DPR കൊടുത്തത്, ആ DPRന് പ്രൂവ് ചെയ്യാവുന്ന ഒരു മാച്ചിങ് ഫണ്ട് ജില്ലാ പഞ്ചായത്തിന്റെ കൂടെ ചെയ്തു കൊടുക്കാൻ കഴിയും. ഒരു പാരാമെഡിക്കൽ സ്റ്റാഫിനെ ഈ ജില്ലാ ആശുപത്രിയിലേക്ക് തരാൻ പറ്റും. പുലാമന്തോൾ മേലാറ്റൂർ റോഡ് നവീകരണ പദ്ധതിയുടെ കരാറുകാരനെ നേരത്തെ മരവിപ്പിച്ചതാണ്. ഇനി പുതിയ പദ്ധതിയിലാണ് ഈ റോഡ് പൂർത്തിയാക്കാനാവുക. 125 കോടി രൂപ കണക്കാക്കിയ പദ്ധതിയുടെ DPR കേരയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഇനി ഭരണാനുമതിയാണ് ലഭിക്കേണ്ടത്. നഗരസഭാ തെരഞ്ഞെടുപ്പ് വരുന്നതിനാൽ നീണ്ടുപോയേക്കും. UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ ഈ പദ്ധതിയും പൂർത്തിയാക്കുമെന്ന് നജീബ് കാന്തപുരം MLA വ്യക്തമാക്കി. നമ്മൾ ആ റോഡ് അവരെ ടെർമിനേറ്റ് ചെയ്തതിന് ശേഷം റോഡിന്റെ DPR ഉണ്ടാക്കാൻ വേണ്ടി കേരളയിൽ ഏൽപ്പിച്ചു. ആ DPR കേരളയിൽ ഇപ്പോൾ സമർപ്പിച്ചിരിക്കുകയാണ്. അത് 125 കോടിയുടെ DPR ആണ് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. 125 കോടി. ആ ഫണ്ട് സ്വാഭാവികമായിട്ട് നിലവിലുള്ള ഫണ്ടാണ്. അതിൽ വേറെ പ്രശ്നമൊന്നുമില്ല. അടുത്ത ഗവൺമെന്റ് വന്നാൽ ആ ഫണ്ട് നമുക്ക് കിട്ടും. അതൊരു മനോഹരമായ റോഡായിട്ട് തന്നെ ഒരു വർഷം കൊണ്ട് നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കും. 25 കോടി കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് മണ്ഡലത്തിലെ 6 സ്കൂളുകൾ ഉൾപ്പെടെ വിവിധ പദ്ധതികൾ നടപ്പാക്കി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫണ്ടുകളും MLA ഫണ്ട് ഉപയോഗിച്ചും മണ്ഡലത്തിൽ വികസനങ്ങൾ നടപ്പാക്കിയെന്നും MLA പറഞ്ഞു. വിരലിന്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.